ഹരിതേ, ഞാൻ അവളെ കണ്ടു. നീയാ? എന്നിട്ട് ഏത് നീയാന്ന്? നമ്മുടെ ക്ലാസ്സിൽ അനന്യയില്ലേ, അവളെ 2 ദിവസം മുമ്പ് ഞാനിവിടെ കണ്ടു. അതിനുശേഷം മനസ്സിനൊരു സമാധാനം ഇല്ലാട്ടാ. ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ വന്നതാവുന്നോ? ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും അതല്ലെങ്കിൽ നമ്മളിപ്പോ എന്തുട്ടാ ചെയ്യാ? അതല്ലെന്നേ, അവളെ ചതിച്ചായിട്ട് അവള് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആളാരായി? പ്രത്യേകിച്ച് ബിജു ഇപ്പൊ വല്ലാത്തൊരു സ്വഭാവമാണ് കേട്ടാ, പണ്ടത്തെ പോലെ ഒന്നുമല്ല. നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ലേ? ബിജു ഇപ്പൊ ഒരു ജാതി സാധനാണ്. അതുകൊണ്ട് അറിഞ്ഞാല് പ്രശ്നാവൂട്ടാ. നീയിപ്പോ അവൾ ഇവിടെ എവിടെയെങ്കിലും വന്ന് താമസിക്കുകയാണെങ്കിൽ ഓടിക്കാൻ എന്തെങ്കിലും പരിപാടി ചെയ്യണം ട്ടാ. നീയും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്ക്. അത് വേണ്ട, നീ ഇങ്ങടേക്ക് വന്നാൽ ഇവിടെ ബിജു കാണും. പിന്നെ ബിജു പോയാൽ കൂടി കുട്ടി ഇവിടെ ഉണ്ടാവില്ലേ? അപ്പൊ എങ്ങനെയാ സംസാരിക്കുക? ഒരു കാര്യം ചെയ്യാട്ടാ, ഞാൻ അങ്ങടേക്ക് വരാം. എന്നിട്ട് നമുക്ക് 2 പേർക്കും കൂടി ഒരുമിച്ചിരുന്നിട്ട് പ്ലാൻ ചെയ്യാം. ഈശ്വര, ഞാൻ എത്ര പേരെയാണ് ഇവിടുന്ന് ഓടിക്കേണ്ടത്? അപ്പുറത്തുണ്ട് ഒരു കുന്ത്രാണ്ടം കല്യാണി, അവളെ ഓടിക്കണം. ഇനിയാ നീയും കൂടി ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു എന്റെ ജീവിതം. എന്താണ് ഒരാലോചന? ബിജു. ഞാൻ തന്നെ. എന്തേ, ആദ്യമായിട്ടാണോ കാണണേ? അതെ. അല്ല. നിനക്കിത് എന്തുട്ടോ പറ്റിയേ? എനിക്കറിയില്ല ഏട്ടാ. 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കണു. പണി ചെയ്യുമ്പോ ഒരു ശ്രദ്ധയില്ല. പിന്നെ എന്തോ എപ്പോഴും ആലോചിച്ചോണ്ടിരിക്കണു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ തുറന്ന് പറയാം, മടിക്കണ്ട. തുറന്ന് പറഞ്ഞാൽ പണ്ടാരെന്നെ ചുരുട്ടി കൂട്ടും. അല്ല, തിരിഞ്ഞൊന്ന് മനസ്സിൽ തെറി വിളിക്കണുണ്ടോ എന്നെ? ഒന്നുമില്ല. ശരി ശരി, കാപ്പിയും പലഹാരം എടുത്ത് വെക്കുക. എനിക്ക് ഓഫീസിൽ പോവാനുള്ളതാണ്. കാപ്പി ഉണ്ടാക്കിയില്ല. ഇന്നലെ ഉണ്ടാക്കിയില്ലല്ലോ, ഇന്നും ഉണ്ടാക്കണില്ല. എന്തേ? അത് എനിക്ക് മനസ്സിന് നല്ല സുഖമില്ല. മനസ്സിനല്ല, തലയ്ക്കാ നല്ല സുഖമില്ലാത്ത. എന്റെ കാരണം തന്നെയാ ഞാൻ ചോദിച്ചത്. വീട്ടിലൊക്കെ പോവാൻ തോന്നണു. ശരി, എന്നാ പോയിക്കോളൂ. പട്ടണത്തിലേക്ക് കുറച്ച് കഴിയുമ്പോ ബസ് ഉണ്ട്. ഞാന് ട്രെയിനിൽ പോയിക്കോളാം. എങ്ങനെ വേണേച്ചാ അങ്ങനെ. കാശ് വല്ലതും വേണോ? വേണ്ട, ബിജുവിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തതുണ്ട്. എന്തുട്ട്? അല്ല, എന്റേലുണ്ടെന്ന് ഞാൻ പറയായിരുന്നു. മോനെ, പെട്ടെന്ന് റെഡിയാവാൻ ചെല്ല്. അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ പോയി നിക്കണം. ഞാൻ ഹരിതയുടെ വീട്ടിൽ പോവാനാണ് ഉദ്ദേശിച്ചിരിക്കണേ. ഇവൻ വന്നാ ശരിയാവില്ലല്ലോ. മോൻ ഇവിടെ നിന്നോളൂ, അമ്മ പോയിട്ട് വരാം. അതെങ്ങനെ? എനിക്ക് ഓഫീസിൽ പോണ്ടേ? ബിജു പോയിക്കോളൂ. അപ്പൊ ഇവൻ ഇവിടെ നിക്കേ തനിച്ചോ? അത് ശരിയല്ലേ? നിനക്കിത് എന്താ പറ്റിയേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ പിന്നെ പോയിക്കോളാം. പിന്നേന്ന് വെച്ചാല്? സ്നേഹ ഇവിടെ വരുമല്ലോ, ആ ദിവസം ഞാൻ പോയിക്കോളാം. എന്താച്ചാ ചെയ്യേ. എന്തേലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ടാട്ടാ. ബിജു എന്താണ് എപ്പോഴും ഇങ്ങനെ ചോദിക്കണേ? എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്, എനിക്ക് അങ്ങനെയൊന്നും മറച്ചു വെക്കാനില്ല. ശരി ശരി, ഞാൻ ബ്രെഡ് ഇരിപ്പുണ്ടോന്ന് നോക്കട്ടെ. ജാമും കൂട്ടി കഴിച്ചിട്ട് പോവാം. എന്തോ കാര്യണ്ട്, വല്ല ഉടായിപ്പോവും. ഇവളല്ലേ ആള്. അമ്മേ, എന്താ ചിന്തിക്കണേ? ഒന്നുമില്ല. ഞാൻ പറയാം, ഫൈനൽ എക്സാമിന് മഞ്ജുവിന് എന്നെക്കാളുമായിരിക്കും മാർക്കെന്ന് ആലോചിച്ചിട്ടല്ലേ ഈ വെപ്രാളം? മനസ്സിലാക്കി കളഞ്ഞല്ലോ, മിടുക്കൻ. അതന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് വിഷമിക്കാനേ നേരം കാണും. മഞ്ജുവിന് എന്നെക്കാളും മാർക്ക് കൂടുതലാണ്. അവിടെ നിക്ക്. ഞാൻ നിക്കൂലേട്ടാ. എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം തരാൻ ആരുമില്ലേ? കുട്ടി പോലും അപ്പുറത്തെ കുട്ടീനേക്കാളും കുറഞ്ഞ മാർക്കും വാങ്ങി വന്നിരിക്കണു. എനിക്കിത് എങ്ങനെയാ സഹിക്കുക? നിന്റെ ബോള് ഞാൻ എടുത്തിട്ടില്ലാട്ടാ. ആവോ, എടുത്തവരോട് പോയി ചോദിക്കേ. ഓരോ ദിവസം ഓരോ കാര്യം വെച്ചിട്ട് കരയാൻ നടക്കണ്. അതിന് നീ എന്തൊട്ട് എന്റെ അടുത്ത് ചൂടാവണേ? ഞാൻ ചൂടാവൊന്നല്ല, കാര്യം പറഞ്ഞതാണ്. ഞാൻ എടുത്തിട്ടില്ല. എന്നാ അലേനിയാവോ എടുത്തത്? പോയേ, അതും എടുക്കില്ല. അമ്മേ, ഒന്ന് ഇത്രടം വായോ. എന്താണ് രണ്ടും കൂടിയിട്ട് 5 മിനിറ്റ് അടങ്ങിയിരിക്കാൻ പാടില്ലേ? എന്റെ ബോള് കാണണില്ല. ഇതിപ്പോ ഞാനെടുത്തു അല്ലെങ്കിൽ അലൈനെ എടുത്തു എന്ന് പറഞ്ഞിട്ടിരിക്കാണ്. നീ പാടെങ്കിലും തലയിൽ കൊണ്ടിട്ടോളൂ. ഒരു സെക്കൻഡ്, ഞാനിപ്പോ വരാട്ടാ. അമ്മ മുങ്ങാണെന്ന് തോന്നണേ. ഇങ്ങടേക്ക് നോക്ക്, ഇതല്ല നിന്റെ ബോള്. ആവശ്യമില്ലാതെ ഇനി മേലാൽ ആരെ സംശയിക്കരുത് കേട്ടാ. ഇനി എനിക്ക് സന്തോഷമായിട്ട് എല്ലാവരുടെയും പേര് വിളിക്കാം. ഹായ് ലിയോ.